ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ, തീർത്ഥാടന ലക്ഷ്യങ്ങൾ, സംഘടനയും അതുപോലെ തന്നെ വ്യവസായവും. സംഘടന ഒരുപക്ഷെ ഗുരുവിൻ്റെ ഈ ആഹ്വാനത്തിന് ശേഷമാണ്. ഇന്ന് കേരളത്തിൽ എത്രയോ സംഘടനകളുണ്ട്. അപ്പം സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞതിൻ്റെ പുറകിൽ വേറൊരു മനഃശാസ്ത്രവും കൂടിയുണ്ട്. ശക്തി ഉണ്ടാകണമെങ്കിൽ മനസ്സിൻ്റെ ആ ഒരു ബലം അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിൽ മനോബലം പലർക്കും കുറവാണ്. ശ്രീനാരായണ ഗുരുദേവൻ തപോബലം ഉപയോഗിച്ചാണ് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചത്. ഒരാളുടെ മനഃശക്തി അല്ലെങ്കിൽ തപശക്തി കൊണ്ട് കേരളത്തിൽ മാറിയ അല്ലെങ്കിൽ വരുത്തിയ വിപ്ലവം, അത് നമ്മൾക്ക് ഒരുപക്ഷെ അടുത്തറിയുന്തോറും നമ്മളെ അത്ഭുതകരമായ രീതിയിൽ ഇരുത്തിക്കളയും. കാരണം സമൂഹത്തിൽ വല്ലാത്ത ഒരു ദുഷിച്ച വ്യവസ്ഥിതി നിലനിന്നിരുന്ന ഒരു സമയത്താണ് ഗുരുവിൻ്റെ തപശക്തി കൊണ്ട് ആർജിച്ച മനഃശക്തി ഉപയോഗിച്ച് ഇതിനെയെല്ലാം തകിടം മറിച്ചത്. നിശബ്ദമായി ഗുരു ഇതിനെല്ലാം നിഷേധിക്കുകയായിരുന്നു. വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ മനഃശക്തി വേണം ചില കാര്യങ്ങൾ ചെയ്യുവാൻ. പക്ഷെ ഗുരു നിശബ്ദമായി അതിനെല്ലാം നേരിടുകയായിരുന്നു. അതിന് ഗുരു ആർജിച്ച ആ ഒരു തപശക്തിയുണ്ട്. അത് ഇന്ന് പൊതുവെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഗുരു സംഘടിച്ച് ശക്തരായി അവരുടെ അവകാശങ്ങളെ നേടിയെടുക്കുവാൻ പറഞ്ഞത്. പക്ഷേ സംഘടനകൾ ഇന്ന് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും വിഘടിച്ചു പോവുകയാണ്, ശിഥിലമാകുകയാണ്. കാരണം അതിനും ശക്തമായ ആത്മാർത്ഥമായ ഒരു സത്യബുദ്ധിയോടുകൂടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുവാൻ മനസ്സില്ലാത്ത നേതൃത്വങ്ങൾ, അവരുടെ സ്വാർത്ഥതകൾ മുന്നിട്ട് വരുമ്പോൾ അത് വീണ്ടും ശിഥിലമാകും. തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത ദുസൂചനയാണ്. സംഘടിക്കുമ്പോൾ നമ്മൾക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ സംഘടിക്കുന്നത്? നമ്മളുടെ നഷ്ടപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുവാൻ. അവകാശങ്ങളും കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ഒരുപാട് നമുക്കുണ്ട്. പക്ഷെ നമ്മളുടെ കേരളത്തിലെ സമരങ്ങളൊന്നും അങ്ങനെയുള്ള ഒരു അവബോധത്തോടു കൂടിയുള്ള സമരങ്ങളല്ല. നമ്മൾ സംഘടിച്ച് പലതും പൊതുമുതലുകൾ നശിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കടമകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാറില്ല. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ജോലി ചെയ്യാതെ പൈസ ഉണ്ടാക്കണമെന്നുള്ള ഒരു മനസ്സാണുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് തലങ്ങളിലൊക്കെ സമയം കളയണം, പൈസ സമ്പാദിക്കണം. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ സംഘടിക്കുക എന്നുള്ളത് നമുക്ക് നിഷേധിച്ചിട്ടുള്ള പലതിനെയും നേടാൻ വേണ്ടിയായിരിക്കണം. ആ രീതിയിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഗുണകരമാണ്. ഇപ്പോൾ ഗുരു അതിൽ പോലും പല കാഴ്ചപ്പാടുകളോട് കൂടിയാണ് നമ്മളെ മാനവരാശിയെ ആഹ്വാനം ചെയ്തത്. അതേപോലെ തന്നെ വ്യവസായം. ഇപ്പോഴാണ് ഭാരതത്തിൽ ഈ സ്വയമായിട്ട് സംരംഭകരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രവണത വന്നത്. അപ്പോൾ അവരവർക്ക് പറ്റുന്ന രീതിയിൽ ഓരോന്നിലും അവർക്ക് കഴിവുകൾ, ബിസിനസ്സുകൾ പല രീതിയിലും നടത്തുവാനും അതിലൂടെ പണം സമ്പാദിക്കുവാനും അതിനിഷ്ടം പോലെ കാര്യങ്ങൾ അന്നും ഗുരു ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഏതെല്ലാം രീതിയിലാണ് വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടേണ്ടത്? അപ്പോൾ കൈത്തൊഴിൽ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ 1928
ഗുരു ഇത്രയും സൂക്ഷ്മമായി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഗവൺമെൻറ്റുകൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മഹർഷിയുടെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിലൂടെ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി, വികാസത്തിന് വേണ്ടി, അതിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി ഒക്കെ അന്നേ പറഞ്ഞിട്ട് അത് ഒരു സന്യാസിയുടെ ഒരു വെറും വാക്കായിട്ടൊക്കെ ആയിരിക്കാം. പ്രത്യേകിച്ച് ഗുരുവിനെയൊക്കെ പാർശ്വവൽക്കരിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. കാരണം ഗുരു പറഞ്ഞ് ഞങ്ങൾ നന്നാകണ്ട, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം ചെയ്തേ പറ്റൂ. കാലം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴാണ് ഗുരുവിൻ്റെ ആ വാക്കുകളിലേക്ക് ഗവൺമെൻറ്റിൻ്റെയൊക്കെ ശ്രദ്ധ പതിയുന്നത്. അങ്ങനെ അതിനു വേണ്ടുന്ന പരമാവധി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഗുരു അന്ന് പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക വിദ്യ. അപ്പോൾ ഇത്രയും ഉൾക്കാഴ്ചയോടുകൂടി ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങളും ഒക്കെ നേടണം മനുഷ്യന്. അതിനെന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ തിരിച്ചറിയണം. അതിന് അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഏവർക്കും നമസ്കാരം.